നാളുകളുടെ ആഗ്രഹത്തിന് ശേഷം ഫിഷ് മാർക്കറ്റിൽ പോകുന്നൊരു വ്ലോഗ് എടുക്കണമെന്നുള്ള ആഗ്രഹത്തിന് ശേഷം ഇന്ന് എടുക്കാമെന്ന് ശ്രമിക്കുന്നു. ഞങ്ങള് അജ്മാൻ ഫിഷ് മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂ ഇയർ ആയിക്കോട്ടെ ഫസ്റ്റ് വ്ലോഗ് എന്ന് മാക്സിമം ട്രൈ ചെയ്യാണ്. നമുക്ക് മിനി വ്ലോഗ്സ് ഇട്ട് തുടങ്ങാം എന്നുള്ള ആഗ്രഹത്തിൽ. അപ്പം മീൻ ചെന്ന് പോയി കണ്ടിട്ട് വന്നല്ലോ. ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ എത്തിയിരിക്കുന്നു. വണ്ടി പാർക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പാർക്ക് ചെയ്തിട്ട് ഉള്ളിൽ കയറാം. അങ്ങനെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലെത്തി. കണ്ടോ ഫിഷിങ്ങിന് പോകുന്ന ബോട്ട്സൊക്കെ. വണ്ടി കയറ്റിയാൻ ഇതാണ് അജ്മാൻ ഫിഷ് മാർക്കറ്റിന്റെ എൻട്രൻസ്. അതിന്റെ വാതൊക്കെ തന്നെ ജസ്റ്റ് ഒരു അക്വേറിയം ഷോപ്പ് പോലെയൊക്കെ ഉണ്ട്. ഇതാണ് എൻട്രൻസ്. ഫസ്റ്റ് ഞങ്ങളുടെ സ്ഥിരം ഒരു കടയുണ്ട്, അവിടെ പോകും. അവിടെ ചെന്നില്ല ചേട്ടന്മാർക്ക് സങ്കടമാവും. പ്രൊമോഷനൊന്നുമല്ല. അതിനുശേഷം ഞങ്ങൾ അവിടെ ഇല്ലാത്ത മീനുകൾ വേറെ കടകളിൽ കാണും. ഇതാണ് നമ്മുടെ ചേട്ടൻ. ഇത് ചേട്ടന്റെ കൂടെ ഉള്ള ചേട്ടൻ. വ്ലോഗ് ശ്രമിക്കുവാണ് ഞങ്ങളങ്ങനെ മീൻ മേടിച്ച് മീൻ വെട്ടാൻ കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഈ കവറുകളൊക്കെ വീട്ടിലെ കുറച്ചല്ലാത്ത പച്ചക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചാൽ കവറാണ്. ഇതുപോലെ പെട്ടി വണ്ടി കീപ്പ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. കാര്യം മീൻ മേടിക്കുമ്പോൾ വണ്ടി മാറും. ഫിഷ് മാർക്കറ്റിൽ പോയി മീൻ മേടിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് സാർ? നല്ല മീൻ കിട്ടും. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ 2 മീൻ തരുന്നു. നമ്മുടെ നല്ല 2 കമ്പനി ചേട്ടന്മാരാണ് അവിടെ കച്ചവടത്തിന് നമുക്ക് ഏറ്റവും നല്ല ഫ്രഷ് ഫിഷ് നമുക്ക് കിട്ടും. അവരെയാണ് ഈ വീഡിയോയിൽ ആദ്യം ഞാൻ കാണിച്ചിരിക്കുന്നത്. അവരാകുമ്പോൾ നല്ല മീൻ വരുമ്പോൾ എന്നെ ഫോണിൽ വിളിക്കും. വിളിച്ചു പറയും ചേട്ടാ നല്ല മീൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞെ വിളിക്കാറുണ്ട്. സോ നല്ല സഹകരണമുള്ള ആൾക്കാരാണ്. നമ്മൾ അവരുടെ അടുത്തുനിന്ന് മാത്രമല്ല അടുത്തുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. എങ്കിൽ അവര് നല്ല മീൻ തരും. ബാക്കി ഫിഷ് മാർക്കറ്റിൽ നമുക്ക് നല്ല മീനാണ് കിട്ടുന്നത്. ഇച്ചിരി ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അവര് നല്ല രീതിയിൽ റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ വന്ന കാലം തൊട്ട് അവരുടെ അടുത്ത് നിന്നാണ് കൂടുതൽ വാങ്ങിക്കലും. നല്ല ചേട്ടന്മാരാണ്. നല്ല അവരുടെ അടുത്ത് ഇല്ലാത്ത മീനുകൾ ഞങ്ങൾ അപ്പുറത്തെ കടകളിൽ നിന്നും മാറി വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമൊക്കെ ഉള്ളതാണെങ്കിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോയാൽ അവർ നല്ല മീൻ തരും. പിന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വരിക എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ചേട്ടന്മാർ തരുമായിരിക്കും. വീഡിയോ കാണുന്ന ചേട്ടന്മാരെ ശ്രദ്ധിക്കും. പലപാത്രങ്ങളിലാക്കി വെക്കുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെയാണ് ഞങ്ങൾ മീൻ സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ വെക്കുമ്പോൾ എടുക്കുമ്പോൾ നമുക്ക് ഫ്രഷ് മീൻ പോലെ തന്നെ കിട്ടും. അപ്പൊ ടാറ്റാ ബൈ.